2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ നേർക്കുനേർ മത്സരിച്ചത് പഞ്ചാബിലും കേരളത്തിലും അതുപോലെ തന്നെ ബംഗാളിലുമായിരുന്നു. ബംഗാളിൽ പക്ഷേ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും തൃണമൂൽ BJP നേരിട്ട് മത്സരമായതുകൊണ്ട് തന്നെ അത് ദേശീയ തലത്തിലെ മുന്നണി ബന്ധത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കേരളത്തിലെ CPM-ഉം പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനോട് മത്സരിച്ച് പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണത്തിലാണ് ഇപ്പോഴും ഉള്ളത്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് MA ബേബിയെ പാർട്ടി ജനറൽ സെക്രട്ടറിയാക്കി കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുത്ത് BJP കേന്ദ്ര നേതൃത്വവുമായി ധാരണയുണ്ടാക്കി പിണറായി വിജയനും സംഘവും മുന്നോട്ടു പോകുമ്പോൾ തങ്ങൾക്ക് ഇനി ഭരണമുള്ള ഏക സംസ്ഥാനമായ പഞ്ചാബ് നിലനിർത്തുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടി. BJP-യുമായി രഹസ്യ ധാരണയുണ്ടാക്കി ലുധിയാന വെസ്റ്റിൽ സഞ്ജീവ് അറോറയെ വിജയിപ്പിച്ച് അരവിന്ദ് കെജ്രിവാളിനെ രാജ്യസഭയിൽ എത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനിടയിൽ രാജ്യസഭാ മോഹവുമായി മനീഷ് സിസോദിയയും രംഗത്തുമുണ്ട്. ഈ അവസരത്തിലാണ് ഗുജറാത്തിലെയും പഞ്ചാബിലെയും ഉപതെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയാണെന്ന് ആരും വിശ്വസിക്കാത്ത ഒരു ന്യായവുമായി ആം ആദ്മിക്കാർ ഇന്ത്യ സഖ്യം ഇപ്പോൾ വിടുന്നത്. ആം ആദ്മി പാർട്ടിക്ക് മുഖ്യ എതിരാളി BJP അല്ല, അത് കോൺഗ്രസ് ആണെന്ന് ഒരുപാട് തവണ അവർ തെളിയിച്ചതാണ്. കോൺഗ്രസിൽ നിന്നും ഡൽഹി പിടിച്ചെടുത്ത് അതിപ്പോൾ BJP-യുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ചപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ദൗത്യം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് പഞ്ചാബ് മാത്രമാണ്. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലാണ് ആം ആദ്മി പാർട്ടി കടന്നു ചെന്ന് അവിടെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി BJP-ക്ക് വളർച്ച ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഏതാണ്ട് പൂർത്തിയായതോടെയാണ് സഖ്യം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തുന്നതും. പിണറായി വിജയനും അരവിന്ദ് കെജ്രിവാളും കളിക്കുന്ന രാഷ്ട്രീയം ഒന്നു തന്നെയാണ്. അത് ഏത് വിധേനയും കേരളത്തിലും അതുപോലെ തന്നെ പഞ്ചാബിലും അധികാരം നിലനിർത്തുക എന്നത് മാത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടിടത്തും കോൺഗ്രസ് വിജയിക്കേണ്ടത് 2029 നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ അനിവാര്യമാണ്. 2029 നടക്കേണ്ടത് NDA സഖ്യവും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. അതിന് ആദ്യം BJP-യുടെ അച്ചാരം പറ്റുന്ന ഈ പാർട്ടികളെ നിലക്ക് നിർത്തേണ്ടത് അത്യാവശ്യമാണ്.